ഹലോ ഫ്രണ്ട്സ്, ഇതുപോലത്തെ അരിച്ചാക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതൊന്നും ഇനി കളയണ്ട കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ സ്ത്രീകൾക്ക് സാരി, ബ്ലൗസ് ഇതെല്ലാം നമ്മൾ ഒതുക്കി മടക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് കുറഞ്ഞ സ്പേസിൽ നമ്മളെല്ലാം നീറ്റായിട്ട് ഒതുക്കി വെക്കാനായിട്ട് ഒരു ഹാങ്ങർ എടുക്കുന്നുണ്ട്. ഹാങ്ങറിലേക്ക് നമ്മൾ ആദ്യം ആ മടക്കിയ സാരി ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. സാരി മടക്കിയ ഈ ഒരു ഭാഗം എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സാരീൻ്റെ ബ്ലൗസ് തന്നെ നമ്മൾ എടുക്കണം. അത് മറ്റൊരു സ്ഥലത്ത് വെക്കുന്നതിന് പകരം ഇതിൻ്റെ കൂടെ തന്നെ വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ വെക്കാനപ്പോൾ നമ്മൾ ഹാങ്ങറിലേക്ക് മടക്കി വെച്ചതിൻ്റെ ആ ഒരു ഉൾഭാഗത്തായിട്ട് ആ ബ്ലൗസ് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഈ സാരി വീണ്ടും അത് ആ ഒരു ബ്ലൗസിൻ്റെ മുകളിലൂടെ ഇതുപോലെ മടക്കിയിട്ട് ഹാങ്ങറിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ബ്ലൗസ് അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ടിരിക്കും. നമ്മൾ ബ്ലൗസ് തനിയെ വെക്കുക, സാരി തനിയെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നിച്ച് വെക്കുകയും ചെയ്യാം. നല്ല നീറ്റായിട്ടിരിക്കും. നമുക്ക് ബ്ലൗസ് മിസ്സാവുക അല്ലെങ്കിൽ സാരിയിൽ നിന്ന് അത് മാറിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലാ സാരീൻ്റെ ബ്ലൗസും നമുക്ക് അതായത് സാരിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസ് മതിയാവും. ഇതുപോലുള്ള അരിഞ്ചാക്കുകൾ നമ്മൾ കളയുന്നതിന് മുന്നേ കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഞാൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചാക്ക് എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വീതിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല നമുക്കിപ്പോൾ ഈ ഒരു പിക്ചർ കാണുന്നില്ലേ, അതൊന്ന് ആ ഒരു സൈസിന് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു കുറച്ചധികം വീതിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്നാണ് ഞാൻ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം നീളം വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് സ്പേസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു നല്ലൊരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പീസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു കട്ടിംഗ് ബോർഡ് നമുക്ക് ആ ഒരു ഷീറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്കത് മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസിലേക്ക് ഇതുപോലെ നീക്കി കൊടുത്താൽ മതി. നമ്മൾ പ്ലേറ്റുകളോ അതിനുവേണ്ടി മറ്റ് ബൗളുകളോ ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ടത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് തേങ്ങ ചിരകി എടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിരവ ഇതുപോലെ നമ്മൾ കട്ടിംഗ് ബോർഡ് വെച്ച് അതേപോലെ തന്നെ ചിരവ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ചിരകി എടുക്കാവുന്നതാണ്. നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് ചിരകുന്ന പോലെയല്ല. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് നമ്മൾ ചിരകുന്ന സമയത്ത് പ്ലേറ്റിൽ വീഴും കുറച്ച്, ബാക്കി ചുറ്റും വീഴുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചിരകുന്ന തേങ്ങ മുഴുവനും നമുക്ക് ഈ ഒരു ഷീറ്റിലേക്ക് വീഴുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ അവിടെ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുക്കളയിലുള്ള ജോലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകുക, അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചുകൊണ്ടൊന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യേണ്ടൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ തേങ്ങ ചിരകുന്ന സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് വിടുമ്പോൾ എന്തായാലും പുറത്തേക്ക് തെറിക്കും. അതിൻ്റെ തേങ്ങാപ്പാൽ തെറിക്കും. അതേപോലെ തേങ്ങയൊക്കെ തെറിച്ച് നമ്മൾ വീണ്ടും തുടച്ച് വൃത്തിയാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഷീറ്റ് സിൽവർ കളറിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിരകിയുള്ള തേങ്ങ അങ്ങനെ കാണാത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണേ. പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഷീറ്റിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വാർന്നു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷീറ്റ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ലാബിലേക്ക് വെള്ളം ഇറങ്ങില്ല. അപ്പോൾ നമുക്ക് പിന്നെ വെള്ളം ആ ഒരു ഷീറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. എന്ന പാത്രത്തിലുള്ള എല്ലാ വെള്ളവും ആ ഷീറ്റിലേക്ക് വന്നിട്ടും ഉണ്ടാവും. അപ്പോൾ കിച്ചണിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ റാക്ക് ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ബാഗിൻ്റെ ഒരു ഭാഗത്ത് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ടിപ്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇനിയും ഉണ്ട്, 2 പീസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും താഴ്ഭാഗത്ത് ആ ഒരു അരിയുടെ ബാഗിൻ്റെ താഴ്ഭാഗത്ത് ഉള്ള ഈ ഒരു പോർഷനാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ നമ്മൾ ബാക്കിലേക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു ഹാങ്ങർ എടുക്കുക. ഹാങ്ങറിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു എന്താ ഒരു പോക്കറ്റ് പോലെ കാണുന്നില്ലേ, അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമ്മൾ ആ ഒരു ഹാങ്ങറിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു സ്റ്റാപ്ലറോ അല്ലെങ്കിൽ നല്ലൊരു ഗമ്മോ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൂചി നൂലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ സ്റ്റാപ്ലർ എടുത്തിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്
നല്ലൊരു സ്പേസ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കിച്ചണിൽ അത് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹാങ്ങിങ് ബാഗാണിത്. അപ്പോൾ ഇതുപോലെ ഹാങ്ങറിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ 2 പ്ലേറ്റ് ആണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു റൈസ് ബാഗിന് തന്നെ മറ്റൊരു പീസും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു സ്ക്വയർ പീസ് വരുന്ന രീതിയിലായി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നായിട്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു സ്ക്വയർ പീസ് കിട്ടുന്ന രീതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് വിട്ടുപോകരുത്. ഒരു ഏകദേശം സ്ക്വയർ ടൈപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ ആ കോർണറുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്നുകൂടി മടക്കി കൊടുക്കാം. കണ്ടപ്പോൾ മടക്കി അതേപോലെ തന്നെ ഒന്നുകൂടി മടക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി മടക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കോർണർ ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് 4 മൂലയിലും ഒരേ അളവിൽ കട്ടായി വന്നിട്ടുണ്ടാവും. ആ ഒരു പീസ് അവിടുന്ന് ഒരേ അളവിൽ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലെയറോ അല്ലെങ്കിൽ ഒന്ന് സൂചി നൂലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ 4 കോർണറിലും ഇങ്ങനെ സ്റ്റാപ്ലെയർ എടുത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഒരുപാട് നാളത്തേക്ക് കേടുകൂടാണ്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേടാവില്ല കേട്ടോ. ആ ഒരു ഭാഗം കീറി വരികയൊന്നും ചെയ്യില്ല. അപ്പോൾ വേണ്ട 4 മൂലയിലും നമ്മൾ ആ പിൻ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ബോക്സ് രൂപത്തിൽ അത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിൻ ചെയ്തത് വീണ്ടും നമ്മളത് തിരിച്ചിട്ടപ്പോൾ അതിന് ആ ഒരു സിൽവർ കളറായിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റ് കിച്ചണിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനം ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്. എനിക്ക് മറ്റൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. ഞാൻ 2-3 വീഡിയോയിലായിട്ട് ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2-3 ദിവസത്തിൽ തന്നെ അവർക്ക് ചെറുതായിട്ട് റിസൾട്ട് കിട്ടി തുടങ്ങിയെന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഹെയറിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ ഓയിൽ. നമ്മൾ അത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് എന്തൊക്കെയാണോ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് അത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അത്രയധികം സമയം എടുത്ത് നമ്മൾ കാച്ചിയെടുക്കുന്നതാണ് കേട്ടോ. തലയോട്ടിയിലുണ്ടാവുന്ന ഫംഗസ്, ചൊറിച്ചിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ മാറുന്നതാണ് ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ. പിന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. മുടി ഫാസ്റ്റായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നരച്ച മുടി നമുക്ക് പതിയെ പെട്ടെന്ന് നരച്ച മുടി കറക്കണമെന്നില്ല. അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നരച്ച മുടി കറുത്ത് വരുന്നുണ്ട്. പക്ഷെ അകാല നര ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാം തന്നെ മുടി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകളോ ഫ്രേഗ്രൻസോ ഒന്നും തന്നെ ചേർത്തുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 1 ഗ്ലാസ് പാലിന്റെ കൂടെ ഇനി നമ്മൾ ചേർക്കുന്നത് ഒരേ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറിയൊരു ഗ്ലാസ് പാലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വെളുത്തുള്ളി മതിയാവും. ആ ഒരു വെളുത്തുള്ളി അതിന്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. അങ്ങനെ ചതച്ചെടുത്തുള്ള വെളുത്തുള്ളിയും കൂടി ഞാൻ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാലിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ കാലിലേക്ക് തണുപ്പ് കയറുകയും മുട്ടിലൊക്കെ വേദന വരാറുണ്ടാവും, ജോയിന്റിലൊക്കെ വേദന വരില്ലേ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇട്ട പാല് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ വെളുത്തുള്ളി ഒന്ന് വെന്ത് വരണം കേട്ടോ. ആ ഒരു വെളുത്തുള്ളി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് ചെറു ചൂടോട് കൂടി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുടിക്കുക. നിങ്ങളൊരു 2 ആഴ്ച അത് തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മുട്ടിലുണ്ടാവുന്ന വേദന, അതേപോലെ തന്നെ എല്ലാ ജോയിന്റിലൊക്കെ ഉണ്ടാവില്ലേ വേദന, അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ആർക്ക് വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. വെറും 2 ആഴ്ച നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. വേദന മാറുന്നതോടൊപ്പം തന്നെ നല്ല ഉറക്കവും കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും ചെയ്തു നോക്കൂ.
ഇനി മറ്റൊരു സൂത്രം എന്താന്ന് നോക്കാം. ഞാൻ മറ്റൊരു റൈസ് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റൈസ് ബാഗിന് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ബാഗിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ മടക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നല്ലൊരു ത്രെഡോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. എത്രത്തോളം ആ ഒരു ബാഗിന് ലെങ്ത് വേണം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു കെട്ടി കൊടുക്കുന്നതിന്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വശം പിക്ചറുള്ള ഭാഗം ഉള്ളിലേക്ക് വന്നു, പിന്നെ അതിന്റെ ഉൾഭാഗം പുറത്തേക്കും വന്നു. പിന്നെ ഈ ഒരു ബാഗിന് ജോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളുടെ തുണികൾ ഇതുപോലെ മടക്കി വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ അലമാരയിലൊന്നും കൊള്ളാത്ത അതായത് മാറ്റി വെച്ചിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ അലക്കാനായിട്ടുള്ള തുണികൾ നമ്മൾ തനിയെ മാറ്റി വെക്കില്ലേ, വാഷിംഗ് മെഷീനിലാണെങ്കിലൊക്കെ അലക്കുന്നതിന് മുന്നേ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതിൽ തിങ്സുകൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു റൈസ് ബാഗ് ആണെന്നേ തോന്നില്ല. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. നമുക്ക് ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ തന്നെ മൂവ് ചെയ്യുവാൻ ഈസി ആയിരിക്കും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.